അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ പൊതുപരീക്ഷ വളരെ മുമ്പിലാണ് അല്ലേ? അടുത്തെത്തി കഴിഞ്ഞു. നമുക്കിനി അധിക ദിവസങ്ങളില്ല. കേവലം 4 ദിവസങ്ങൾ മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ബാക്കിയുള്ളൂ. ഓൺലി 4 days. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡിസ്കഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾ പറഞ്ഞിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ വേണമെന്നുള്ള കാര്യം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ വിഷയങ്ങളും ഓരോ ദിവസം വൈകുന്നേരമായിട്ട് നമുക്ക് ഒരു 6:30 സമയങ്ങളിലായിട്ട് നമുക്ക് എല്ലാ പേപ്പറിൻ്റെ ഡിസ്കഷനും നമ്മൾ കരുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ദുറൂസുൽ ഇഹ്സാനാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. ദുറൂസുൽ ഇഹ്സാൻ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ ആയിട്ട് മറ്റന്നാളും അങ്ങനെയായിട്ട് ഓരോ വിഷയങ്ങളും നമുക്ക് ഡിസ്കഷൻ ചെയ്യണം. പിന്നെ അതിൻ്റെയൊക്കെ മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കണേ. കാരണം അവരെന്ത് ചെയ്യട്ടെ, പാഠങ്ങൾ പഠിച്ച് ഉഷാറാവട്ടെ. പിന്നെ വേറൊരു കാര്യം നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് എല്ലാ സമയത്തും മുടങ്ങാതെ വളരെ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം പൊതുപരീക്ഷ അത് വളരെ മുമ്പിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ ലൈവ് കാണുന്ന കുട്ടികൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പേരും ക്ലാസ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ പേരൊക്കെ ഒന്ന് വായിക്കാം. ഞാൻ ലൈവിൽ തന്നെ പറയാനും ശ്രമിക്കണ്ടേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാൽ ഇനി നമുക്ക് വൈകിക്കണ്ട. നിങ്ങൾക്ക് ഇത് കാണാനുണ്ടാകും, വേറെ ഒരുപാട് പഠിക്കാനുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ഭാഗങ്ങളും നോക്കി പോവാം. ഏറ്റവും പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് കൃത്യമായി പഠിച്ചാൽ തന്നെ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അർദ്ധവാർഷിക പരീക്ഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ ഇട്ടപ്പോൾ കുട്ടികളിങ്ങനെ പറഞ്ഞിരുന്നു എന്താണ് ഒരുപാട് ആൻസറുകൾ അങ്ങനെ കിട്ടിയെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മുമ്പിലുള്ളത് പൊതുപരീക്ഷയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് 2023 ദുറൂസുൽ ഇഹ്സാൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോണത്. ഓക്കെ, ഇതിൽ ദുറൂസുൽ ഇഹ്സാൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് ഇവിടെ ഓപ്ഷൻ നോക്കിയും ചേർത്തി എഴുതാം. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ ഓരോ ചോദ്യങ്ങളുടെ ഒപ്പം ആൻസർ മാത്രമല്ല പറയണത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ പാഠഭാഗം ഏതാണ്, ഏത് പാഠത്തിലാണ് ആൻസർ വരുന്നത്, അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള മറ്റു ചില പോയിന്റുകൾ കൂടി നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കിയേക്കാം. ഹലാവത്തുൽ ഈമാൻ, ആഷൂറ നോമ്പ്, കുടുംബ ബന്ധം ചേർക്കൽ, ബിഗൈരി ഹിസാബ്, അള്ളാഹുവിനെ ആദരിക്കൽപ്പെട്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും, ഏത് പാഠത്തിൽപ്പെട്ടാണ്? നമുക്ക് നോക്കിയേക്കാം. നമുക്ക് സൊബിർ എന്നുള്ളൊരു പാഠമുണ്ട് അല്ലേ? സൊബിർ എന്നുള്ള പാഠം ഒന്ന് എടുത്ത് നോക്കിയേക്കാം. കാരണം എത്രാമത്തെ പാഠം? സൊബർ എന്നുള്ള പാഠം. ഈ പാഠത്തിൽ നമുക്ക് നോക്കിയേക്കും ക്ഷമയെക്കുറിച്ച് പറയുന്നൊരു പാഠമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് എവിടെ ഒരുപാട് ഹദീസുകൾ. ഫസ്റ്റ് ഇവിടെ യാ അയ്യുല്ലദീന ആമനു സ്ബിറു വസ്വാബിറു, അതിൻ്റെ അർത്ഥസഹിതം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നോക്കി ഇവിടെ സെക്കൻഡായിട്ട് ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും എന്താണ്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും വേണ്ട കേട്ടോ. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ഓക്കെ, ആര് നൽകും? അള്ളാഹു നൽകും. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കി, ഖൈറിൻ്റെ വഴികളിൽ പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ആൻസർ കിട്ടിയതാ ബിഗൈരി ഹിസാബ് എന്നുള്ളത് 1. ഇനി ഇവിടെ ഖൈറിൻ്റെ വഴികളിൽ പെട്ടതാണ്. നമുക്കിങ്ങനെ വായിച്ചാൽ തന്നെ ഒരു ഏകദേശം കിട്ടും. പക്ഷേ നമുക്ക് ആ പാഠം നിർത്തി നോക്കിയേക്കാം. ഖൈറിൻ്റെ വഴികളിൽപ്പെട്ട തുറുക്കുൽ ഖൈർ എന്നുള്ള പാഠമല്ലേ? ആ പാഠത്തിൽ ഒരുപാട് പോയിന്റുകൾ പറയുന്നുണ്ട്. ഒരുപാട് ഖൈറിൻ്റെ വഴികൾ നോക്കൂ. ഖൈറിൻ്റെ വഴികൾ നിരവധിയാണ്. കണ്ടോ, ഖൈറിൻ്റെ വഴികൾ നിരവധിയാണ്. നോക്കി ഇവിടെ ഈ ഒന്നിട്ടിട്ട് ഇവിടുന്ന് വരെ ഖൈറിൻ്റെ വഴികളാണ്.
പ്രസന്നമായ മുഖത്തോടുകൂടെ തൻ്റെ സഹോദരനെ കാണുക. അങ്ങനെ ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ആ ഒരു കാര്യത്തിൽപ്പെട്ടാണ് കണ്ടോ കുടുംബ ബന്ധം ചേർക്കൽ. കുടുംബ ബന്ധം ചേർക്കൽ എന്നുള്ളത് ഹൈറിൻ്റെ വഴികളിൽപ്പെട്ടാണ്. അപ്പോൾ നമുക്കിവിടെ 2 നേടാം. നെക്സ്റ്റ്, ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും. ഒരു കൊല്ലത്തെ ടോട്ടലായിട്ടും ദോഷം പൊറുപ്പിക്കുന്നത് ഏതാണ്? അത് നമുക്ക് ആൻസർ നിങ്ങൾക്ക് പറയുന്നുണ്ടാവും, കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അത് ഏത് പാഠത്തിൽ വെച്ച് കഴിഞ്ഞാൽ അസൗം എന്നുള്ളൊരു പാഠം അല്ലേ, താലീം അൽ മുഫല്ലലാത്ത് അല്ലേ, മുഫല്ലലാത്തിൽ സൗം എന്നുള്ളത് നമ്മൾ ഫിഖിലുള്ള പാഠമാണല്ലേ. മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിൽ കണ്ടോ നമ്മളിവിടെ ഓരോ നോമ്പുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റമദാൻ മാസത്തിലുള്ള നോമ്പുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഇത് തൊട്ടിട്ട് സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. മുഹറം സുന്നത്ത് നോമ്പ് ഏതൊക്കെ മാസങ്ങളിലാണ് വരുന്നത്? റമദാൻ മാസം, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അറഫ ദിനം, മുഹറം 9-10 ദിവസങ്ങൾ, 2 പെരുന്നാൾ, അയ്യാമുത്ത് തശ്രീഖ്, വെള്ളി, തിങ്കൾ തുടങ്ങിയ ഏറെ പുണ്യമുള്ളവയാണ്. ഇനി ഇവിടെ നോക്കിയിട്ടാ, ആഷൂറാ, താസുആ, അറഫ ദിനം, വ്യാഴം, തിങ്കൾ എന്നിവയിൽ നോമ്പ് സുന്നത്താണ് ഈ ദിവസങ്ങളിൽ. ഇതിലിനി ഇവിടെ പ്രത്യേകമായിട്ട് നമ്മളുടെ ചോദ്യത്തിൽ പറഞ്ഞത് അറഫ ദിന നോമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ ദോഷങ്ങളും ആഷൂറാ നോമ്പ് 1 കൊല്ലത്തെ ദോഷവും പൊറുപ്പിക്കുമെന്ന് പറഞ്ഞു. നമുക്കിവിടെ ചോദിച്ചാൽ എന്തായിരുന്നു? 1 കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്നത് ഏതാണെന്ന്. അതേതാ? ആഷൂറാ നോമ്പ് 1 കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും. അപ്പോൾ ഇനി അറഫ നോമ്പോ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ 2 കൊല്ലത്തെ. ആ 2 വ്യത്യാസം അവിടെ നേരെ നോക്കി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സുന്നത്ത് നോമ്പുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കണേ. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പുകൾ ഏതൊക്കെയെന്നുള്ളതും അവിടെയും മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 1 കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കും. ഏത്? ആഷൂറാ നോമ്പ്. 3ാമത്തെ ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്തത്, നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ. അതേതാ? നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചത്? അത്തഅലീം എന്നുള്ള പാഠം ഉണ്ടാവും. അത്തഅലീമു അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ തന്നെ ഫസ്റ്റ് പേജിൽ കണ്ടോ, ഇവിടെ കണ്ടോ, നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ചോദ്യമുണ്ട്, നരബാധിച്ച മുസ്ലിമിനെ ആദരിക്കൽ ഏതാണ്? അള്ളാഹുവിനെ ആദരിക്കുന്നതിൽ പെട്ടതാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. അപ്പോൾ 4ാമത്തെ ആൻസറും കിട്ടി. ലാസ്റ്റ്, സലാസും മൻകുന്ന ഫീഹ് വജദ ഹലാവത്തുൽ ഈമാൻ. കാരണം നമുക്കിത് പ്രത്യേകിച്ച് പാഠം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, ഇതിൽ ബാക്കി ഒരു ആൻസർ വന്നിട്ടുണ്ട്, അത് അന്ന് മനസ്സിലാവും. പക്ഷേ നമുക്കതിൻ്റെ ആൻസർ ഒന്ന് നോക്കണം. എന്തിനു വെച്ച് കഴിഞ്ഞാൽ 1ാമത്തെ പാഠം എല്ലാവരും എടുക്കിട്ടാവും. 1ാമത്തെ പാഠത്തിൽ ഇവിടെ പറയുന്നുണ്ട്, സലാസും മൻകുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈ ആൻസർ പഠിക്കേണ്ട ഒരു പ്രത്യേക രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, 1 ഈമാൻ ഇതുവരെ. ഇതിൻ്റെ അർത്ഥം എന്താ? 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അദ്ദേഹം ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു. ഒന്ന് ഏതാണ്? അയ്യക്കൂൻ അല്ലാഹു റസൂലു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമ. ഇതുവരെയാണ് 1. ഈ 1 മാത്രം പഠിക്കുക. അതിനുശേഷം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പഠിക്കുക. എങ്ങനെ? ആ 1 മാത്രം പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പഠിക്കുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കുക. പിന്നെയുള്ളതോ, وأن يحب المرء لا يحبه إلا لله وأن يحب المرء لا يحبه إلا لله. അതിൻ്റെ അള്ളാഹുവിന് വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. കണ്ടോ, മറ്റൊരാളെ സ്നേഹിക്കുക. 2ാമത്തെ കാര്യം ഇതാണ്. 3ാമത് പഠിക്കേണ്ടത് എങ്ങനെയാണ്? وأن يكره أن يعود في الكفر كما يكره أن يقذف في النار. 3ാമത്തെ അത്. എന്നിട്ട് അതിൻ്റെ അറബി ഏതാണ്? അതിൻ്റെ മലയാളം ഏതാണ്? അവൻ തീയിലെറിയപ്പെടുന്നത് എത്ര വെറുക്കുന്നുവോ അതിനേക്കാൾ കാഫിറായി പോകുന്നതിനെ വെറുക്കുക. കണ്ടോ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അത് ആൻസർ പഠിക്കേണ്ടത്. കാരണം ചിലപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മാത്രമേ ചോദിക്കലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ രീതിയിൽ ആൻസർ പഠിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം.
അപ്പോൾ ഇത് നമ്മൾ കൺഫേമായി, അഞ്ചാമത്തതുമായി. നെക്സ്റ്റ് ശരി അടയാളപ്പെടുത്താം. ഖുർആനിൻ്റെ വിശദീകരണമാണ് ഇൻജീൽ, ഫുർഖാന്, നബിചര്യ. നമുക്ക് ആ പാഠം സുറാത്തുൽ ഇത്തിബ എന്നുള്ള പാഠത്തിൽ നോക്കി ഫസ്റ്റ് തന്നെ ഉണ്ട്, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ വിശുദ്ധ ഖുർആൻ, ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. അപ്പോൾ ദാ ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. ലാ യദ്ഖുലുൽ ജന്നത നായിമുൻ ഖാതിഉൻ സാക്കിത്തുൻ. അതേതാ ആൻസർ വരിക? സിലത്തുർ റഹീം എന്നുള്ള പാഠം എടുത്ത് നോക്കി. ഇവിടെ സിലത്തുർ റഹീം എന്നുള്ളതല്ലേ, കണ്ടോ? ഇതിലിങ്ങനെ ഉണ്ടാവും. ഏത്? ലാ യദ്ഖുലുൽ ജന്നത. നമുക്ക് ആൻസർ എവിടെ വരുന്നത്? ദാ ഫസ്റ്റ് തന്നെ ലാസ്റ്റ്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. അതിൻ്റെ അർത്ഥം എന്താ? കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട മറ്റൊരു ഹദീസ് ഉണ്ട്. ഏതറിയോ? മൻ വസലയ്ക്ക് വസൽ തൂ അമൻ കത്തായക്ക് കത്തകത്തൂ എന്നുള്ളത്. എന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ ചേർത്തവനെ ഞാൻ ചേർക്കും, നിന്നെ മുറിച്ചവനെ ഞാൻ മുറിക്കും. ഈ ഹദീസും അതിൻ്റെ അർത്ഥം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ എന്നുള്ളതും അതിൻ്റെ അർത്ഥം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ഏറ്റവും വിനാശകരമായ അവയവം ഏത്? ഏറ്റവും വിനാശകരമായ അവയവം കാല് ആണോ? കൽബ് ആണോ? ലിസാന്? നമുക്ക് ആൻസർ അറിയാം. ഏറ്റവും വിനാശകരമായ അവയവം ഏതാ? യെസ്, ലിസാനാണ്. നമുക്ക് ഓൾറെഡി അറിയാം. കാരണം ഹിഫ്ളുൽ ലിസാൻ എന്നുള്ള പാഠത്തിൽ നമുക്കത് പഠിക്കുന്നുണ്ട് അല്ലേ? ഹിഫ്ളുൽ ലിസാൻ എന്നുള്ള പാഠത്തിൽ നോക്കി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിനാശകരമായ 2 അവയവമുണ്ട്. ഏതാണ് അറിയാമോ? അതാണ് ലിസാനും ഫർജും. കണ്ടോ? അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ലിസാനും ഫർജും എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും വിനാശകരമായ ലിസാന്. ഓക്കെ, ഒരു ദിവസത്തെ കുറഞ്ഞ ഉറക്കം എത്രയാണ്? ഒരു ദിവസത്തെ കുറഞ്ഞ ഉറക്കം. അന്നൗം എന്നുള്ള പാഠം നിർത്തി നോക്കി. അന്നൗം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠമല്ലേ അന്നൗം എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ചുരുങ്ങിയത് എത്ര ഉറങ്ങണമെന്നും കൂടിയത് എത്ര ഉറങ്ങണമെന്നും അവിടെ പറയുന്നുണ്ട്. ദാ, ഒരു ദിവസത്തെ ഉറക്കം 6 മണിക്കൂറിൽ കുറയുകയോ 8 മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത്. കണ്ടോ? 6 മണിക്കൂറാണ് മിനിമം, 8 മണിക്കൂറാണ് മാക്സിമം. 6, 8 കേട്ടോ. 6, 8, 10 ആ 2ൻ്റെ സംഖ്യ നോക്കിയാൽ മതി. ഓക്കെ, 6 മണിക്കൂർ കുറയുകയും 8 മണിക്കൂർ കൂടുകയും ചെയ്യരുത്. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ 6 മണിക്കൂർ കുറഞ്ഞ ഉറക്കാട്ടോ. ദുആ മുഅ്മിനിൻ്റെ സിലാഹാണോ മലാഹാണോ സ്വലാഹാണോ? എന്താ നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ആ ദുആ എന്നുള്ള പാഠം ഒന്ന് എടുത്ത് നോക്കിയാലോ. ദുആ എന്നുള്ള പാഠമുണ്ട്, അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാകും. ദുആ എന്നുള്ളത് അതിമഹത് മുഅ്മിനിൻ്റെ ദുആ ഉത്തരം ലഭിക്കപ്പെടുന്നതാണ്. പിന്നെ ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. ദുആ മുഅ്മിനിൻ്റെ ആയുധമാണ്. അപ്പോൾ ദുആ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഇതിൻ്റെ നമ്മൾ അറബിയാണല്ലേ കണ്ടെത്തേണ്ടത്. അറബി ഇവിടെ നോക്കുമ്പോൾ അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. കണ്ടോ? സിലാഹ് എന്നാണ്. സിലാഹുൽ മുഅ്മിൻ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ സിലാഹ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഇനി എടുത്തെഴുതാം. ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനാണ്. ബറാത്ത് രാവുണ്ട്. റജബ് 27 ഷാബാൻ 15 നമ്മളിപ്പോൾ അടുത്തിട്ട് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ അല്ലേ. ബറാത്ത് രാവ് അതെന്നാ? റജബ് 27 ഷാബാനാണോ? നമുക്കറിയാം റജബ് 27 ഷാബാൻ 15 ബറാത്ത് രാവ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ റജബ് 27 ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ് പോയത്. ഷാബാൻ ഇനി വരാൻ കിടക്കണേ ഉള്ളൂ അല്ലേ. ഷാബാൻ മാസമായല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആ പാഠം ഏത് ഭാഗത്താണെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുക്കാം. മുഫല്ലലാത്ത് അല്ലേ. മുഫല്ലലാത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? മുഫല്ലലാത്തിൽ ഇങ്ങനെ ഇത് കണ്ടോ? ബറാത്ത് രാവ് തുടങ്ങി മറ്റു രാവുകളേക്കാൾ പുണ്യമുള്ളതാണ് എന്നിവിടെ പറയുന്നുണ്ട്. നമുക്കത് കണ്ടെത്താം എവിടെയെന്നുള്ളത്. ഇത് കണ്ടോ?
മിഅ്റാജ് രാവ്, ബറാത്ത് രാവ് തുടങ്ങി രാവുകൾ വളരെ പുണ്യമുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ പറയുന്നതാണ് അപ്പോൾ നമുക്ക് അതിവിടെ കണ്ടെത്താനാണുള്ളത്. കണ്ടോ, ഓൾറെഡി ഇവിടെ കണ്ടെത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ബറാത്ത് രാവ് എന്നാന്നുള്ളത്. അപ്പോൾ നമുക്കത് എഴുതാനുള്ളത് ഷഅബാൻ 15 അല്ലേ, ഷഅബാൻ 15. അപ്പോൾ ഷഅബാൻ 15 ബറാത്ത് രാവ്. മിഅ്റാജ് രാവോ റജബ് 27 റജബ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൺഫേം. മൻ വസലക്കി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഹദീസും കൂടി നമുക്ക് കാണാതെ പഠിക്കണം. മൻ വസലക്കി കത്തൂന്നുണ്ട്, വസൽ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനോട് മാച്ചായത് ഏതാ? ഈ ഒരു ലെറ്റേഴ്സൊക്കെ ഉള്ള ഈ ഒരു ഹർഫുകളൊക്കെ ഉള്ള പദം ഏതാ? വസൽ തുഹൂന്ന്. അപ്പം അതന്നെ വസൽ തുഹു. ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമാണ് മസ്ജിദ് ഖുർആൻ. മസ്ജിദാണെങ്കിലും ആദരിക്കണം, ഖുർആനാണെങ്കിലും ആദരിക്കണം. പക്ഷെ നമ്മുടെ ചോദ്യം ഇതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ തഅലീം എന്നുള്ള പാഠം എടുത്ത് നോക്കിയേക്കാം. താലീം എന്നുള്ള പാഠം നിർത്തി നോക്കിയേക്കും. ഇതിൽ പറയുന്നുണ്ട് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഖുർആനാണ്. കണ്ടോ, ഇവിടെ കണ്ടോ, ആദരിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഖുർആൻ എന്ന് ടിക്കിടാം. ഏറ്റവും പുണ്യമുള്ള മസ്ജിദുൽ അഖ്സ പുണ്യമുള്ള മസ്ജിദാണ്. മസ്ജിദുൽ ഹറം അതും പുണ്യമുള്ളതാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഏറ്റവും പുണ്യമുള്ളത് ഏതാണ് കണ്ടെത്തണം. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഏറ്റവും പുണ്യമുള്ളത് ഏതാണെന്നുള്ളത് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് അൽ മുഫല്ലലാത്ത് എന്നുള്ളൊരു പാഠം, അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിൻ്റെ അവസാനത്തിലൊരു സംഭവം ഉണ്ടാവും. അവസാനത്തിൻ്റെ പേജിലേ ആദരിക്കപ്പെടേണ്ടവയിൽ എല്ലാ പള്ളിയും ഒരുപോലെയല്ല. ഏറ്റവും പുണ്യമുള്ളത് മസ്ജിദുൽ ഹറാമാണ്. തൊട്ടടുത്ത് മസ്ജിദ് നബവി, തൊട്ടടുത്ത് മസ്ജിദുൽ അഖ്സ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം പറഞ്ഞത് മസ്ജിദുൽ ഹറാമാണ്. അപ്പോൾ മസ്ജിദുൽ ഹറാം എന്നുള്ള ടിക്കിടാം. ഇന്നി ലാസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി ഡാഷ് 5 മറ 100 മറ. ഇതിലേത് കൊടുക്കാം? നമുക്കവിടെ 2 ഓപ്ഷൻ ഉണ്ട്. 50 വട്ടവും 5 മറ എന്ന് പറഞ്ഞിട്ടുണ്ട് 5 വട്ടം, 100 മറ 100 വട്ടം. നമുക്കവിടെ നോക്കിയേക്കാം. അൽ ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠം ഉണ്ടാവും. ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠത്തിൽ നോക്കി, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി, ഇതിൻ്റെ തദ്രീബാത്ത് എടുത്ത് നോക്കിയാൽ മതി. ഫിൽ യൗമി 100 മറ. കണ്ടോ, നമ്മുടെ പാഠത്തിൽ ഇതിൻ്റെ അർത്ഥം വരുന്നുണ്ട്. എന്താണ് പാഠത്തിൽ അർത്ഥം വരുന്നത്? ഒരു ദിവസം ഞാൻ അള്ളാഹുവിന് 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്, 100 തവണ ഞാൻ ചൊല്ലാറുണ്ട് എന്ന് അതിൻ്റെ അർത്ഥത്തിൽ വരുന്നുണ്ട്. കണ്ടോ, നിത്യവും 100 പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 100 നമുക്ക് ആൻസർ വരുന്നത്, 100 മറ. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ പറയണം ഖദ്ദസല്ലാഹു എന്നാണോ റളിയല്ലാഹു അൻഹു എന്നാണോ പറയേണ്ടത്? നമുക്ക് നോക്കിയേക്കാം. അതിന് നമുക്ക് ആദ്യം എടുക്കേണ്ടത് തഅലീം എന്നുള്ള പാഠമാണ്. തഅലീം എന്നുള്ള പാഠത്തിൽ നമ്മൾ നോക്കിയാൽ മതി. നബിമാർ, മലക്കുകൾ എന്നിവരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം, സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമുക്കിവിടെ എന്താ ഉള്ളത്? സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോഴാണ്. അതെന്താ വന്നിട്ടുള്ളത്? നമ്മൾ പഠിച്ചിരുന്നത് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്നുള്ള ടിക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കഴിഞ്ഞു. നെക്സ്റ്റ് ഉത്തരം എഴുതാം. ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നേടാം ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നേടാം ഇസ്തിഗ്ഫാറിൻ്റെ പാടെടുക്കുക. ഇസ്തിഗ്ഫാറിൻ്റെ പാടെടുത്തു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ ഇവിടെ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. ഇസ്തിഗ്ഫാർ ചെയ്യാൻ ആജ്ഞാപിക്കുന്നത് നിരവധി ഹദീസുകളൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ പറയുന്നുണ്ട് ഇസ്തിഗ്ഫാർ കൊണ്ട് ഇഹപര വിജയം നേടാൻ നമുക്ക് കഴിയും. ഇസ്തിഗ്ഫാർ കൊണ്ട് ഇഹപര വിജയം നേടാൻ നമുക്ക് കഴിയും. കണ്ടോ, അതിനാൽ നാം അത് പതിവാക്കണം. അപ്പോൾ നമുക്കിവിടെ ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാം ഇഹപര വിജയം നേടാം. ഓക്കെ, ദുആ എന്നാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദുആ എന്നാൽ എന്ത്? നമുക്കിതിന് നേരെ മുമ്പത്തെ പാഠം തന്നെയാണ് ദുആ അല്ലേ? ദുആ പറഞ്ഞാൽ എന്താ? തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ.
എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. ദിക്റല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെ? ദിക്റല്ലാത്ത സംസാരം കഠിനമാക്കും എന്തിനെയാണത് കഠിനമാക്കുക? അപ്പോൾ സംസാരം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹിഫ്ലുൽ ലിസാൻ എന്നുള്ള പാഠാണ് എടുക്കേണ്ടത് അല്ലേ? അതിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും, ദിക്ർ അല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ കൽബിനെ കഠിനമാക്കും. എന്തിനെ കഠിനമാക്കുന്നത്? കൽബിനെ കഠിനമാക്കും. അപ്പോൾ എന്തിനെ? കൽബിനെ. കേട്ടോ, കൽബിനെ അല്ലേ? യെസ്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവ് ഏതാ? ലൈലത്തുൽ ഖദർ. നമുക്കറിയാം, നമ്മൾ മുഫല്ലലാത്ത് കണ്ടോ, ഒരു ദിവസത്തിലെ സമയങ്ങളെല്ലാം ഒരുപോലെയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കാരണം 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖദർ. 1000 മാസം കേട്ടോ. ആ ഒരൊറ്റ ദിവസം ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ 1000 മാസം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ അല്ലേ? അപ്പോൾ നമുക്ക് 1000 മാസത്തേക്ക് പുണ്യമുള്ള രാവ് ലൈലത്തുൽ ഖദർ. ഓക്കെ. ഈബത്ത് എന്നാൽ എന്ത്? അത് നമുക്ക് ഏത് പാഠത്തിലാണ് വരുന്നത്? ഹിഫ്ലുൽ ലിസാൻ എന്നുള്ള പാഠത്തിലാണ് ഈബത്ത് എന്താന്ന് വരുന്നത്. നോക്കി, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് ഈബത്ത്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയലാണ് ഈബത്ത്. അപ്പോൾ നമുക്കതിവിടെ എഴുതി വെക്കാം. ഈബത്ത്, അവിടെ ഈബത്ത് മാത്രമല്ല കേട്ടോ, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഈബത്ത് കൽബിൻ്റെ നാവിൻ്റെ ദോഷങ്ങളിൽ പെട്ടത്. ഈബത്ത്, നമീമത്ത്, കദിബ്, ഷത്തിബ് ഇവയെല്ലാം നാവിൻ്റെ ദോഷങ്ങളാണ്. അപ്പോൾ അത് ശരിക്കൊന്ന് നോക്കി വെക്കണേ. ഭാര്യയുടെ കടമ എന്താണ്? എന്താണ് ഒരു ഭാര്യയുടെ കടമ? നമുക്ക് നോക്കിയേക്കാം. ഉസ്റത്തുൻ റാലിയ എന്നുള്ളൊരു പാഠമുണ്ടാവും. അതിൽ പറയുന്നുണ്ട്, ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. ഭർത്താവിൻ്റെ ഇതുവരെ ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. അപ്പോൾ അത് നമുക്ക് ആൻസറായിട്ട് അവിടെ എഴുതാം കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഹദീസ് പറയുന്നുണ്ട്. ഭർത്താവിൻ്റെ പ്രീതി നേടി മരണപ്പെട്ടത് സ്ത്രീ സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കോപത്തിലായി നിലകൊള്ളവേ സ്ത്രീയുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ഏത് സ്ത്രീയുടെ നിസ്കാരമാണ് സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. പിന്നെ എല്ലാവരും ഷാറായിട്ട് അങ്ങനെ ഇരിക്കണില്ലേ? ആരും ശ്രദ്ധയിൽ നിന്ന് പോകുന്നില്ലല്ലോ. മാഷാ അല്ലാഹ്, ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ പേരൊക്കെ കുട്ടികളൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇതിൽ ആരുടെ പേര് വിളിക്കും? ഓക്കെ, ഇൻഷാ അല്ലാഹ്. എങ്ങനെയായാലും നമ്മുടെ ലൈവ് ഒരുപാട് നീളണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ടോട്ടലായിട്ട് നമുക്കൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഏകദേശം ഒരു പേപ്പർ കഴിയാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം, ഭർത്താവിനെ പൂർണ്ണമായി അനുസരിക്കലാണ് ഭാര്യയുടെ കടമ. ഓക്കെ, ഇനി അടുത്തത് ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നതിൻ്റെ വിധി. ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കുന്നതിൻ്റെ വിധി. അപ്പോൾ നമുക്കത് ഏതിൽ നോക്കിയേക്കാം? ഹിഫ്ലുൽ ലിസാൻ എന്നുള്ള പാഠത്തിൽ നമുക്ക് നോക്കിയേക്കാം. ഗുണമില്ലാത്ത മുഴുവൻ സംസാരം നാം ഉപേക്ഷിക്കണം. ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കലാണ് സുന്നത്ത്. ഗുണവും ഇല്ല എന്ന തെറ്റുമില്ല, നോ പ്രോബ്ലം. പക്ഷേ അതുകൊണ്ട് യാതൊരു ഉപകാരമല്ല. കൊയ് ഫൈദ നഹി. അങ്ങനെയാണെങ്കിൽ ആ സംസാരം ഒഴിവാക്കലാണ് സുന്നത്താണ്. അപ്പോൾ നമുക്കിവിടെ എഴുതൽ എന്താണ്? സുന്നത്ത്. ഓക്കെ. 2 പ്രതിഫലമുള്ള സ്വതക്ക ഏത്? 2 പ്രതിഫലം. ഒരു സ്വതക്കണ് കൊടുത്തു കഴിഞ്ഞാൽ 2 പ്രതിഫലം കിട്ടുന്ന സ്വതക്കുണ്ട്. അതിനാണ് സിലത്തുർ റഹിം എന്നുള്ള പാഠം എടുത്തു നോക്കൂ. സിലത്തുർ റഹിം നമുക്കവിടെ കാണാം. എന്ത്? 2 പ്രതിഫലമുള്ള സ്വതക്ക ഏതാണെന്നുള്ള കണ്ടോ. കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്കയ്ക്ക് 2 പ്രതിഫലമുണ്ട്. ഒന്ന് സ്വതക്കയുടെ പ്രതിഫലം, മറ്റൊന്ന് കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലം. കണ്ടോ, 2 പ്രതിഫലം. ഒന്ന് സ്വതക്ക കൊടുത്ത പ്രതിഫലം കിട്ടും, 2 കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലവും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? സ്വതക്ക ഏത്? കുടുംബത്തിന് നൽകുന്ന സ്വതക്ക, കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക കേട്ടോ. കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക. നമുക്ക് എഴുതേണ്ട ആൻസർ അതാണ്. അടുത്തത് കണ്ടെത്താം. ആശൂറാ ദിനം. ആശൂറാ ദിനം ഏതാ? മുഹറം 10 അല്ലേ? അൽ മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിലുണ്ട്. എന്താണ്ടോ? മുഹറം 9, 10. ആശൂറാ താസുവ. ആശൂറ കേട്ടോ, മുഹറം 10. പിന്നെ ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പ്രധാനമായത് അതേതാണ് പാഠം? ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പ്രധാനമായത് അൽ ജീറാൻ എന്നുള്ള പാഠം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അവസാനം നിങ്ങൾ നോക്കിയുകയും ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പ്രധാനമായതാണ് അയൽപക്ക ബന്ധം.
അയൽപക്ക ബന്ധം കേട്ടോ. ഈമാനുമായി ബന്ധപ്പെടുത്തിയ അഖ്ലാഖുകളിൽ പ്രധാനമായതാണ് അയൽപക്ക ബന്ധം. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ടത് അയൽപക്ക ബന്ധം എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കിയേക്കാം. വിശ്വാസപരമായി 2 ത്വരീഖത്തുകളാണുള്ളത്. സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിലേ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അൽ ഇത്തിബാ എന്നുള്ള പാഠത്തിൽ അല്ലേ, പിൻപറ്റുക എന്നുള്ള പാഠത്തിലേ വിശ്വാസപരമായ കർമ്മശാസ്ത്രത്തിൽ 4 മദ്ഹബും വിശ്വാസപരമായുള്ള 2 ത്വരീഖത്തും പിൻപറ്റണം. ഏതൊക്കെയാണ് 2 ത്വരീഖത്ത്? അൽ അശ്അരി അൽ മാതുരീദി അല്ലേ, അശ്അരിയും മാതുരീദിയാണ്. അപ്പോൾ വിശ്വാസപരമായ 2 ത്വരീഖത്ത് അൽ അശ്അരി മാതുരീദി. ഓക്കെ. അള്ളാഹു അനുഗ്രഹിച്ചവർ ആരെല്ലാം? സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠം നിർക്കുകയും അള്ളാഹു അനുഗ്രഹിച്ചവർ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ദോഗീം. സൂറത്ത് നിസായിൽ അള്ളാഹു വിശദീകരിക്കുന്നു ആരാണ് അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. കണ്ടോ, ഇവിടെ 5 വക്തിൽ നമ്മൾ ചോദിക്കുന്ന പാടാണ് സിറാത്തുൽ മുസ്തഖീം. 17 തവണ നമ്മൾ പ്രാവശ്യം ഓതുന്നതാണ് സിറാത്തുൽ മുസ്തഖീം. ഈ സിറാത്തുൽ മുസ്തഖീം എൻ്റെ അർത്ഥം എന്താണ്? നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫാത്തിഹയിൽ അതിൻ്റെ വിശദീകരണം ഉണ്ട്, ഇവിടെ പറയുന്നുണ്ട്. പിന്നെ സൂറത്തുൽ നിസായിലും അതിൻ്റെ വിശദീകരണം ഉണ്ട്. അതാണ് നബിമാർ, സിദ്ദീഖുകൾ, ഷഹദാക്കൾ, സ്വാലിഹീങ്ങൾ. ഇനി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങൾ ക്രോഡീകരിച്ചു ആരാ? മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എന്ത് ചെയ്തു? നിയമങ്ങൾ ക്രോഡീകരിച്ചു. അത് നമുക്ക് ഏത് പാഠത്തിലാണ് വരുന്നത്? അൽ ഇത്തിബാ എന്നുള്ള പാഠം ഇറക്കി. ഇത്തിബാ എന്നുള്ള പാഠത്തിൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു. കണ്ടോ? അപ്പോൾ മുജ്തഹിദുകളായ പണ്ഡിതന്മാരാണ് ഖുർആനിലെയും ഹദീസുകളിലെ നിയമങ്ങൾ ക്രോഡീകരിച്ചത്. അങ്ങനെയാണ് കർമ്മപരമായിട്ട് ഹനഫി, മാലിക്കി, ഷാഫി, ഹൻബലി എന്നീ 4 മദ്ഹബുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം. ഇനി പൂരിപ്പിക്കുക. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ ഡാഷ് റബ്ബിൽ ആലമീൻ. ദുആ എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് അവിടെ ഉണ്ടാവുകയെ. നോക്കി, നമുക്ക് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണത്. ഇതുണ്ടോ? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ എന്ത് പറയണം? ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാനുള്ള ഭാഗമാണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട ദിക്റാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ, കാണാതെ പഠിക്കണേ. വമൻ യദ്വലിനി മാ ബൈന ലഹിയഹി ഡാഷ് അദ്മന ലഹുൽ ജന്ന. അപ്പോൾ വമൻ യദ്വലിനി മാ ബൈന ലഹിയഹി വമാ ബൈന റിജ്ലൈഹി അദ്മന ലഹുൽ ജന്ന. നമുക്ക് ഏതാണ്? ഹിഫ്ലുൽ ലിസാൻ എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടും. നോക്കൂ, കണ്ടോ? ആരെങ്കിലും തൻ്റെ താടിയെല്ലിൻ്റെ ഇടയിലുള്ള ഒന്നും 2 കാലിൻ്റെ ഇടയിൽ ഒന്നുകൊണ്ടും ഒരു തെറ്റും ചെയ്യുകയില്ലെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ സ്വർഗം കൊണ്ട് അവന് ഞാൻ ഉറപ്പ് നൽകും. അപ്പോൾ ഇതിൻ്റെ അറബി ഇതിലല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ട. അതിൻ്റെ തദ്രീബാത്തിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ അറബി ഉണ്ട്. മൈ അൽമനിലി മാ ബൈന ലഹിയഹി വമാ ബൈന റിജ്ലൈഹി അൽമന ലഹുൽ ജന്ന. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഇത് കാണാൻ പഠിക്കണം. അതേപോലെ തന്നെ വ ഇന്ന അബ്ഗാദൻ നാസി മിനല്ലാഹി കൽബുൽ കാസി, അതിൻ്റെ അർത്ഥം ഇവിടുന്ന് പഠിക്കണം. ഏതാ? അള്ളാഹുവിൽ നിന്ന് അള്ളാഹുമായി കൂടുതൽ അകന്ന മനുഷ്യൻ ഹൃദയം കടുത്തവനാകുന്നു. ആ അറബിൻ്റെ അർത്ഥമാണ് ഇത് കേട്ടോ. വൈന അബ്ഗാദല്ലാഹി, അത് അള്ളാഹുമായി കൂടുതൽ അകന്ന മനുഷ്യൻ ഹൃദയം കടുത്തവനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി ഡാഷ് കുലൂബ്. ഈ ഒരു ഹദീസ് ഉണ്ടോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അധിക പരീക്ഷകളിലും ക്വസ്റ്റ്യൻ ചോദിച്ചൊരു ചോദ്യമാണ് വമയ്യു അല്ലിം ഷആയിർ അല്ലാഹി ഡാഷ് അൽ കുലൂബ്. അപ്പോൾ നമുക്ക് അത് നോക്കിയേക്കാം. ഏത് പാഠത്താ? തഅലീം എന്നുള്ള പാഠം എടുക്കുക. താലീം എന്നുള്ള പാഠത്തിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അള്ളാഹുവിൻ്റെ ദീനിന് ഷആറുകളെ ആദരിക്കൽ കൽബുകളുടെ തഖ്വയിൽപ്പെട്ടതാണ്. കണ്ടോ? ഈ 2 വരി കൃത്യമായിട്ട് കാണാൻ പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇസ്തിഗ്ഫാർ. എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളതിൽ തെറ്റ്, ഇത് മണ്ണ് വരട്ടുന്ന എന്നുള്ള രീതിയിലൊക്കെ അർത്ഥം വരും. കാരണം ഇവിടെ എന്തില്ല? ഐനിന് പുള്ളില്ല. അപ്പോൾ നമുക്ക് അവിടെ പുള്ളിട്ട് കൊടുക്കണം. ഇസ്തിഗ്ഫാർ.
അസ്റാത്തുൽ മുസ്തഖീം എന്നാണ് കേട്ടോ. കാഫ് മുസ്തഖീം കാഫാണ്. മിഹ്റാജ് രാവ് എന്നുണ്ട് ആണോ? അല്ല, ഐനാണ്. മിഹ്റാജ് രാവ്. ബറാഅത്ത് രാവ് നമുക്കിവിടെ അംസയാണ്. ബറാഅത്ത് രാവ് അല്ലേ? അപ്പം ഇതാണ് 2023 ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി നമുക്ക് 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയേക്കാം. നോക്കി 2024 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചത് വജഅൽനാ നൗമക്കും ദുആഇൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മൾ പഠിച്ചതല്ലേ. ഇതിൻ്റെ എന്തായിരുന്നു? ഖാത്തിയോൻ. യെസ്, ഖാത്തിയോൻ. അപ്പോൾ മൂന്നാമത്തെ ഖാത്തിയോൻ നമുക്ക് കുറച്ച് ടെക്നിക്കുകളോടെ നോക്കിയേക്കാം. അള്ളാഹുമായി കൂടുതൽ അകന്നവൻ ആരാ? നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. ഏതാ? ഹൃദയം കടുത്തവൻ. യെസ്, അഞ്ചാമത്തത് നമ്മൾ ഓൾറെഡി കിട്ടിയതാണ്. വളരെ മഹത്വമുള്ളതാണ്. നമുക്കിവിടെ ഓരോട് നോക്കിയാൽ തന്നെ കിട്ടും. വജഅൽനാ നൗമക്കും എന്താന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം. സുബാത്ത എന്നുള്ളതാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കിയേക്കാം ശരി എന്നുള്ളത്. നൗമിൻ്റെ പാടെടുക്കി. നൗമിൻ്റെ പാടെടുക്കുമ്പോൾ വജഅൽനാ നൗമക്കും സുബാത്ത കണ്ടോ? ഉറക്കം നിങ്ങൾക്ക് നാം റാഹത്താക്കിയിരിക്കുന്നു കണ്ടോ? ഇത് പലപ്പോഴും സുബാത്ത എന്നുള്ള പദം പൂരിപ്പിക്കാൻ വരലുണ്ട്. അതുകൊണ്ട് വജഅൽനാ നൗമക്കും സുബാത്ത എന്നുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പം നമുക്കിവിടെ സുബാത്ത. ദുആഇൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ് അയൽപക്ക ബന്ധം. അതൊക്കെ ആണോ? ഇരു കൈകളും ഉയർത്തുക അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തത് ഇതാണ്. പിന്നെ ലാ യദ്ഖുലുൽ ജന്നത കിട്ടി. വളരെ മഹത്വമുള്ളതാണ് ഏത്? അയൽപക്ക ബന്ധം. യെസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നോക്കാനുള്ളത്. നമുക്ക് അടുത്ത ഭാഗം നോക്കിയേക്കാം. ശരി അടയാളപ്പെടുത്തുക. എന്താണ് ശരി അടയാളപ്പെടുത്തേണ്ടത്? ഒരു ദിവസത്തെ കൂടിയ ഉറക്കം. നേരത്തെ കുറഞ്ഞ ഉറക്കം നമ്മൾ പറഞ്ഞിരുന്നത്. കൂടിയ ഉറക്കം ഏതായിരുന്നു? നമ്മൾ അവിടെ ഡിസ്കഷൻ ചെയ്താണ് 8 മണിക്കൂർ അല്ലേ? കുറഞ്ഞതോ 6 മണിക്കൂറാണ്. അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാണ്? ഷാഫി ഇമാമാണോ? അബൂ ഹനീഫ ഇമാമാണോ? മാലിക്കി ഇമാമാണോ? നമുക്കത് നോക്കിയേക്കാം. ആ പാടെടുത്ത് നോക്കി. അൽ ജീറാൻ എന്നുള്ള പാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറയും ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ തങ്ങൾക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു. ആർക്ക് അയൽവാസി? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. ഈ കഥ നിങ്ങൾക്ക് അറിയണതാണ്, ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്കിവിടെ എന്താ ഇതുള്ളത്? അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാ? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ്. ഒറ്റ കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്നത്. നമ്മൾ അവിടെ മുമ്പ് പറഞ്ഞു അറഫ നോമ്പ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷത്തെ നോമ്പ് തുറപ്പിക്കുന്നുള്ളത്. അതേപോലെ തന്നെ ഏത്? അറഫ നോമ്പ്. ആഷൂറ നോമ്പ് ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുമെന്നും നമ്മൾ പഠിച്ചു അല്ലേ? നമുക്കവിടെ അൽ മുഫല്ലലാത്ത് എന്നുള്ള പാടെടുക്കാം കണ്ടോ? ആഷൂറ നോമ്പ് ഒരു കൊല്ലത്തെ ദോഷം പൊറുപ്പിക്കുന്ന നിബിധങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ആഷൂറ നോമ്പ് നമ്മളൊക്കെ പഠിച്ചതാണ്. ഇസ്ലാം കേരളത്തിലെത്തിയത് നബിമാരിലൂടെയാണോ? സ്വഹാബികളിലൂടെയാണോ? ഔലിയാക്കളിലൂടെയാണോ? ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക? സ്വഹാബികളിലൂടെ അല്ലേ? നമുക്ക് താരിഖിലോ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിൽ നമ്മൾ ആ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. ഇതുണ്ടോ? സ്വഹാബികളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും കേട്ടോ. സ്വഹാബികളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർമാർഗയുടെ തുടർച്ച കാണാം. അപ്പോൾ സ്വഹാബികളിലൂടെയാണ് ഇസ്ലാം കേരളത്തിലെത്തിയത്. സ്വഹാബികളിലൂടെ ടിക്കടാം. ബറാത്ത് രാവ് ഇനി വരാനുള്ള രാവ്. ബറാത്ത് രാവ് എന്നാൽ ഷാബാൻ 13, 14, 15. യെസ്, ഷാബാൻ 15. ഓക്കെ, ഉത്തരം എഴുതുക. നരകനിവാസികളുടെ കിടത്തം ഏത്? നരകനിവാസികളുടെ കിടത്തം നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ഉറക്കം എന്നുള്ള പാഠത്തിലാണ് അത് വരുന്നത്. ഉറക്കം അന്നവും എടുത്ത് നോക്കി. നൗം എന്നുള്ള പാഠത്തിൽ നരകനിവാസികളുടെ കിടത്തം. പുരുഷൻ കമിഴ്ന്ന് കിടക്കരുത്, അത് നരകനിവാസികളുടെ കിടത്തമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത്? കമിഴ്ന്ന് കിടക്കുക എന്നുള്ളത്. കമിഴ്ന്ന് കിടക്കുക എന്നുള്ളതാണ് ആരുടെ പ്രശ്നം? നരകനിവാസികളുടെ കിടത്തം. യെസ്. ഇനി അടുത്തത്. അപ്പോൾ നമുക്ക് ഇത് ആൻസർ ചെയ്തു. ഭർത്താവിന് കടമപ്പെട്ടത് ഏതല്ല? നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് പറഞ്ഞു? ഭാര്യയുടെ കടമകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു. ഇനി കുറച്ച് ഭർത്താക്കന്മാരുടെ എന്താണെന്നുള്ളതാണ്. ഭാര്യമാർ മാത്രം പറഞ്ഞു എന്നുള്ള പ്രശ്നമാണ്. ഭർത്താക്കന്മാരുടെ ആവാം അല്ലേ?
അപ്പോൾ ഉസ്റത്തുൻ റാലിയ എന്നുള്ള പാഠം എടുക്കുക. ഉസ്റത്തുൻ റാലിയ എന്നുള്ള പാഠം അതിലിങ്ങനെ പറയുന്നുണ്ട് ഭർത്താവിന് കടമപ്പെട്ടത് എന്താന്നുള്ളത്. നോക്കി, ഭാര്യയുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുതലായവയെല്ലാം ഭർത്താവിന് കടമപ്പെട്ടതാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, അതേപോലെ തന്നെ ഭക്ഷണം കൊടുക്കണം. ഇതെല്ലാം ഒരു ഭർത്താവിനും കടമപ്പെട്ട കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റോ, ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം? ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം? ദുസ്വപ്നം അന്നവും എന്നുള്ള പാടെടുക്കി അവിടെ നമുക്ക് ആ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത്. നൗമിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദുസ്വപ്നം. ഉറക്കിൽ നാം ദുസ്വപ്നം കണ്ടാൽ ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും കിടന്നിരുന്ന ഭാഗം മാറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. കേട്ടോ, ഇത്രയും കാര്യമുണ്ട്. ഉറക്കിൽ നാം ദുസ്വപ്നം കണ്ടാൽ ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണം, 3 തവണ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുകയും കിടന്നിരുന്ന ഭാഗം മാറിക്കിടക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റോ, ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? അപ്പോൾ നമുക്ക് അസ്വബിർ എന്നുള്ള പാഠമുണ്ട്. അസ്വബിർ നമ്മൾ ആദ്യം എടുത്ത പാഠമല്ലേ, അവിടെ എങ്ങനെ പറയുക എന്നുള്ളത് ഇതിങ്ങനെ പറയുന്നുണ്ട്. ക്ഷമ അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ എഴുതിയേക്കാണേ. നെക്സ്റ്റ്, തസ്ബീഹും ഇസ്തിഗ്ഫാറും വളരെ പുണ്യമുള്ള സമയങ്ങൾ ഏത്? മുഫല്ലലാത്ത് എന്നുള്ള പാഠം എടുക്കൂ. മുഫല്ലലാത്ത് എന്നുള്ള പാഠത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പറയുണ്ടാവും തസ്ബീഹും ഇസ്തിഗ്ഫാറും ഏറ്റവും പുണ്യമുള്ള സമയം ഇതാ ഇവിടെയുണ്ട്. വളരെ പുണ്യമുള്ളതുണ്ടോ ഇസ്തിഗ്ഫാറുകൾ. അപ്പോൾ നമുക്കിവിടെ എന്താണ്? അത്താഴ സമയത്തും സൂര്യാസ്തമന സമയത്തുമുള്ള തസ്ബീഹുകൾ. അത്താഴ സമയം, സൂര്യാസ്തമയ സമയം, അതായത് സുബ്ഹിൻ്റെ കുറച്ച് മുമ്പേയും പിന്നെ മഗ്‌രിബിൻ്റെ സമയം. ഈ സമയത്താണ് തസ്ബീഹുകളും എന്ത് ചെയ്യണത്? തസ്ബീഹുകളും ഇസ്തിഗ്ഫാറുകളും വളരെ പുണ്യമുള്ള സമയമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ അത് ആൻസർ ചെയ്തു. നെക്സ്റ്റ്, ദുആഇൻ്റെ അവസാനം പറയേണ്ട ആയത്ത് നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. ദുആ എന്നുള്ള പാഠത്തിൽ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതല്ലേ, ഇതാണ് നമ്മൾ ദുആൻ്റെ അവസാനത്തിൽ പറയേണ്ട ആയത്ത് കേട്ടോ. 25 മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ ആരാകുന്നു? അൽ മുഫല്ലലാത്ത്. വീണ്ടും അൽ മുഫല്ലലാത്ത്. മുഫല്ലലാത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. മുഫല്ലലാത്തിൽ നിന്ന് നല്ല ഷാറായിട്ട് പഠിക്കാൻ തന്നെ വേണ്ടി വരും. കണ്ടോ, ഉലുൽ അസ്മുകളാണ് അവരെല്ലാം, ഉത്കൃഷ്ടരാണ്. കണ്ടോ, അമ്പിയാക്കളിൽ മഹോന്നതരാണ് മുർസലുകൾ, അവരിൽ നിന്ന് ഉത്കൃഷ്ടരാണ് ഉലുൽ അസ്മുകൾ. അവരെല്ലാവരേക്കാളും ഉത്കൃഷ്ടരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉലുൽ അസ്മുകൾ 25 അല്ല 5 ഇവിടെ നമുക്ക് ചോദിച്ച 25 മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു. ഖുർആനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചവർ ആരാ? മുജ്തഹിദുകളായ പണ്ഡിതന്മാരാണ് ഖുർആനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? മുജ്തഹിദായ പണ്ഡിതന്മാർ. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം സിമ്പിൾ 6 മണിക്കൂർ അല്ലേ? യാ മഅ്ശറ നിസാ ഡാഷ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ട പഠിക്കേണ്ട രീതി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ കൺഫ്യൂഷൻ വരരുത്. ലാസ്റ്റ് ഭാഗം എടുക്കുക. ലാസ്റ്റ് ഭാഗത്തിലുണ്ടാവും യാ മഅ്ശറ നിസാ തസദ്ദഖ്ന വ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ. കണ്ടോ, ഇതുവരെ ആദ്യം യാ മഅ്ശറ നിസാ തസദ്ദഖ്ന വ അക്സറ മിനൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ വരെ എന്താണ്? ഇസ്തിഗ്ഫാർ വരെ കേട്ടോ. ഞാൻ അതിൻ്റെ അർത്ഥം പറയട്ടോ. സ്ത്രീ സമൂഹമേ, നിങ്ങൾ സ്വതക്ക ചെയ്യുകയും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുകയും ചെയ്യുക. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ. നിശ്ചയം നരകത്തിൽ അധികരം ഞാൻ സ്ത്രീകളെയാണ് കണ്ടത്. സ്ത്രീകളെയാണ്. ഇനിയോ
ഖാലത്ത് ഇംറഅത്തു മിൻഹുന്ന, ഒരു സ്ത്രീ ചോദിച്ചു, മാലന അക്സറു അഹ്ലിന്നാർ, കാരണം എന്താണെന്ന്. അതായത് അഹ്ലി നാറിൻ്റെ തീൻ്റെ അഹ്ലുകാർ, അതിൻ്റെ ആളുകൾ ഞങ്ങളാണ്, അതിനുള്ള കാരണം എന്താ? ഫഇന്നി റഅയ്തുകുന്ന, അപ്പോൾ അവിടെ പറയാണ് ഖാലത്തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീറ. ഇതാണ് പ്രധാനപ്പെട്ട 2 കാരണം. കണ്ടോ, പെണ്ണുങ്ങൾ നരകത്തിൽ കൂടുതൽ കാണാനിടയായ സാഹചര്യം എന്താണ് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീറ, ശാപം അധികരിപ്പിക്കുകയും അതേപോലെ തന്നെ ഭർത്താവ് ചെയ്തു തരുന്ന ഗുണം നിഷേധിക്കുകയും ചെയ്യുന്നവരാകുന്നു. അത് കാരണത്താലാണ് എന്ത് ചെയ്തത്? അവർക്ക് നരകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ടിട്ടുണ്ടായി. ഇനി ഇവിടെ ഈ ഒരു ഹദീസ് നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സ്പേസ് ഒക്കെ കട്ടാക്കിയിട്ട് പഠിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹദീസിൻ്റെ ഇടയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ഉത്തരം എഴുതാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ കണ്ടോ, മാറായത്തനാക്കസാദി അക്കലിം വദീനിൻ അഹലബലി ലുബിൻ മിൻകുന്ന, നിങ്ങളെക്കാൾ ദീനും ബുദ്ധിയും കുറഞ്ഞവർ ഞാൻ കണ്ടിട്ടേ ഇല്ല. കാലത്ത് മാ നുക്സാനുൽ അക്ലി വദ്ദീൻ, ഇതൊക്കെ ചോദ്യങ്ങളായിട്ടൊക്കെ പഠിക്കാട്ടോ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിയും ദീനും കുറവാണെന്ന് പറയാൻ കാരണം? ഷഹാദത്തും ഇംറഅത്തൈനി ബിശഹാദത്തി റജുലിൻ വതംകുസുൽ അയ്യാമ ലാ തുസല്ലി, ഈ കാരണം ചോദ്യോത്തര മോഡലിൽ പഠിച്ചു വെക്കണം കേട്ടോ. നബി തങ്ങൾ എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ദീനും ബുദ്ധിയും കുറവാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥാനത്ത് 2 സ്ത്രീ വേണം, ദിവസങ്ങളോളം നിങ്ങൾ നിസ്കാരമില്ലാതെ കഴിഞ്ഞുകൂടുന്നു, ഇതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് പൂരിപ്പിക്കാനാണ് യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാരി ഫഇന്നി റഅയ്തുകുന്ന എവിടെ അക്സറ അഹ്ലിന്നാർ, ബാങ്ക് കേൾക്കുമ്പോൾ ഡാഷ് നിർത്തിവെച്ച് ഇജാബത്ത് നൽകണം. അപ്പോൾ ബാങ്കിനെ ബഹുമാനിക്കേണ്ട പാഠാണ്. അത് നമുക്ക് തഅലീം എന്നുള്ള പാഠത്തിൽ ഉള്ള കാര്യമാണ്. ബാങ്ക് വിളിക്കുമ്പോൾ കണ്ടോ, ബാങ്ക് ഇവിടെ ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് സംസാരം ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം. ബാങ്ക് കേൾക്കുമ്പോൾ ഖുർആൻ പാരായണം നിർത്തിവെച്ച് എന്ത് ചെയ്യണം? സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം. അപ്പോൾ സംസാരങ്ങൾ ഉപേക്ഷിച്ചു ബാങ്കിന് ഇജാബത്ത് ചെയ്യണം കേട്ടോ. ആദരിക്കപ്പെടേണ്ടവയിൽ ഡാഷ് വിശുദ്ധ ഖുർആൻ, ആദരിക്കപ്പെടേണ്ടവയിൽ നമ്മളിവിടെ തന്നെ പഠിച്ചു, ഏറെ പ്രധാനമായതാണ് കണ്ടോ, ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ, കേട്ടോ. ഇനി ഡാഷ് ഫിൽ കുഫ്രി ഫിന്നാർ, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത്. അത് ഏത് ഭാഗമാണ്? ഇപ്പോൾ ഈ ചോദിച്ച ഭാഗം ഏത് ഭാഗത്തു നിന്നാണ്? 1ാമത്തെ പാഠത്തു നിന്നാണ്. 3ാമത്തെ കാര്യം പറഞ്ഞല്ലോ, ഹലാവത്തുൽ ഈമാൻ കിട്ടുന്ന 3ാമത്തെ കാര്യം വഅയ്യക്റഹ, അവൻ വെറുക്കലാണ്, അയ്യഊദ ഫിൽ കുഫ്രി കമാ യുഖദഫ ഫിന്നാർ, നരകത്തിൽ അവനെ ഇടുന്നതിനേക്കാൾ എന്ത് ചെയ്യുക? കാഫിറായി പോകുന്നതിനെ അവൻ വെറുക്കുക. കണ്ടോ, അവിടെ പൂരിപ്പിക്കാനുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സാരം എഴുതുക. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു. റഹീം, സിലത്തുർ റഹീം എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞാലേ അതിലുണ്ടാകും. സിലത്തുർ റഹീം എന്നുള്ള പാഠത്തിൽ മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു. കണ്ടോ, ഇവിടെ ഉണ്ടോ ഈ ഹദീസ്? ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവനാണെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഉദ്ഉനി അസ്തജിബ് ലക്കും, ദുആഇൻ്റെ പാഠത്തിലുണ്ട്. ഉദ്ഉനി അസ്തജിബ് ലക്കും, ദുആഇൻ്റെ പാഠം എടുത്ത് നോക്കിയാൽ മതി. ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ പറയുന്നുണ്ട് ഉദ്ഉനി അസ്തജിബ് ലക്കും, കണ്ടോ, ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ചോദിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. കണ്ടോ, ഇതുവരെയാണ് അതിൻ്റെ അർത്ഥമുള്ളത് കേട്ടോ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാറിൻ്റെ പാഠം ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. ഏതാണ്? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. എന്താ അതിൻ്റെ അർത്ഥം?
പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് ഒരു സമുദായത്തെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല. വസ്താഫിരില്ലാഹ ഇന്നല്ലാഹ് കാന ഗഫൂറ റഹീമ. നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും നിശ്ചയം അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു. കണ്ടോ, ഈ ഒന്നാമത്തിൻ്റെ അർത്ഥം ഈ ഒന്നാണ്, ഈ രണ്ടാമത്തതിൻ്റെ അർത്ഥം ഈ രണ്ടാമത്തതാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഇനി അടുത്തത് വമയ്യു അല്ലിം ഷായർ അള്ളാഹി ഫൈനാ മിൻ തഖ്വൽ ഖുലൂബ്. കഴിഞ്ഞ പരീക്ഷക്കും ചോദിച്ചു, ഈ പരീക്ഷക്കും ചോദിച്ചു. എന്താ അർത്ഥം? ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ വിശാലതയിൽ പെട്ടതാകുന്നു, അള്ളാഹുവിനുമായിട്ടുള്ള ഭയഭക്തിയിൽ പെട്ടതാകുന്നു. ഓക്കെ, കേട്ടോ. അതിൻ്റെ ആൻസർ ഇവിടെ വരുന്നുണ്ടേ. അള്ളാഹു താല ബഹുമാനിച്ച അള്ളാഹു താല പറയുന്നു. ഇതിൻ്റെ ആൻസർ ഇവിടെ പറയുന്നില്ല, പക്ഷേ നമുക്കതിൻ്റെ ഹദീസ് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്, ഹൃദയത്തിൻ്റെ ഭയഭക്തിയിൽപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടെത്തുക. റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന സമയം. അള്ളാഹു നമ്മുടെ റൂഹിനെ ഏറ്റെടുക്കുന്ന സമയം എന്താ? ഉറങ്ങുന്ന സമയം അല്ലേ. സ്വത്തും ഭവനവും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത് ആർക്കാ? തൻ്റെ സ്വന്തം സ്വത്തും ഭവനവും എല്ലാം ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത് ആർക്കാണ്? സ്വഹാബികൾക്കല്ലേ? സ്വത്തും ഭവനം ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത് ആർക്കായിരുന്നു? മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് സ്വഹാബികൾക്കാണ് എന്ത് ചെയ്യേണ്ടത്? അവരെ നാട് വിടേണ്ടി വന്നത് അല്ലേ. ഉറക്കവും സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്ന സമയം അതെപ്പോഴാണ്? ഉറക്കവും സംസാരവും നബി തങ്ങൾ വെറുത്തിരുന്നത് നമുക്ക് അവിടെ പറയുന്നുണ്ട്. 2 കാര്യം നൗം എന്നുള്ള പാഠത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേതാണ്? നൗം എന്നുള്ള പാഠം നോക്കുക. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നബിത്തങ്ങൾ ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അസറിന് ശേഷം ഉറങ്ങരുത്. ഈ സമയത്ത് ഉറങ്ങാൻ പറ്റാത്ത സമയമാണ്. സംസാരം വെറുത്തിരുന്ന സമയമോ ഇശാഇന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചെടുക്കുന്ന നബിത്തങ്ങൾ വെറുത്തിരുന്ന കാര്യവും ഇവിടെ പറയുന്നുണ്ട്, ഉറങ്ങരുത് എന്ന് പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. ഇശാഇന് ശേഷം സംസാരിച്ചെടുക്കൽ, എന്നിട്ട് അത് മഗ്‌രിബിക്ക് ശേഷം ഉറങ്ങൽ എന്നുള്ള രീതിയിൽ എഴുതരുത്. എങ്ങനെ? ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും അസറിൻ്റെ ശേഷവും ഉറങ്ങരുത്. സംസാരിച്ചിരിക്കലോ ഇശാഇന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചെടുക്കൽ നബിത്തങ്ങൾ വെറുത്തിരുന്നു. ഇവിടെ ഉറക്കവും സംസാരവും നബിത്തങ്ങൾ വെറുത്തിരുന്ന സമയം, ഉറക്കവും സംസാരവും നബിത്തങ്ങൾ വെറുത്തിരുന്ന സമയം. അപ്പോൾ ഇശാഇന് മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിച്ചിരിക്കലും നബിത്തങ്ങൾ വെറുത്തിരുന്നു. ഇതാട്ടോ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്തത് അയ്യാമുത്ത തശ്രീഖിൻ്റെ ദിവസങ്ങൾ ഏതാണ് എന്നുള്ളത്. അയ്യാമുത്ത തശ്രീഖ് നമുക്കറിയാം, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളാണ്. ഇനി നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കഷൻ ചെയ്യാനുള്ളത്. അതോടുകൂടെ നമുക്കിത് എന്ത് ചെയ്യും നോക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അധികരിപ്പിക്കുമായിരുന്നു എന്ത്? ലഹ്ക ഇസ്തിഗ്ഫാർ, ഹജ്ജ്. യെസ്, ഈ ലഹ്കാണ് ചിരി എന്നാണ്, ഇസ്തിഗ്ഫാർ നമുക്കറിയാം അല്ലേ. ഈമാനിൻ്റെ പകുതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാ? ക്ഷമ അല്ലേ. ഖുർആനിൻ്റെ വിശദീകരണമാണ് നബിചര്യ. നമ്മൾ ഓൾറെഡി ഒരു വട്ടം ചർച്ച ചെയ്തു. ഗുണവും തെറ്റുമില്ലാത്ത സംസാരം ഒഴിവാക്കൽ ഏതാ? ഗുണവും തെറ്റുമില്ലാത്ത സംസാരം, സുന്നത്ത് അല്ലേ, നമ്മൾ പഠിച്ചു. ഏറ്റവും വിനാശകരമായ അവയവം ഏതാ? കണ്ണ്, കൽബ്, ലിസാൻ അല്ലേ. വെരി ഗുഡ്. ചേർത്ത് എഴുതുക. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിക്കപ്പെട്ടവരാണ് ആര്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നബിമാര്, വസൽത്തു മുഹമ്മദുൻ, വിവാഹം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്കിവിടെ ആ പാഠത്തിലെ ഒരു കുറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാണ്ട്. എന്താ അറിയോ? ഇവിടെ ആരാണ് നബിമാർ, ആരാണ് സുദ്ദീഖുകൾ, ആരാണ് ശുഹദാക്കൾ, ആരാണ് സ്വാലിഹുകൾ, ഈ 4 എണ്ണം കൂടെ പഠിക്കണം കേട്ടോ. നബിമാർ പറഞ്ഞാൽ അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. 2 സിദ്ദീഖുകൾ പറഞ്ഞാലോ, പ്രവാചകർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നവർ സിദ്ദീഖുകൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ ശുഹദാക്കൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവർ സ്വാലിഹുകൾ. നമുക്കിവിടെ ചോദ്യം എന്താ? അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവർ നബിമാർ. സൃഷ്ടികളിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ആരാ? നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, അവസാനം നാം പറയേണ്ടത് മുമ്പത്തെ ഓപ്ഷനിലുള്ളത് ഏതാ? യെസ്, ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ് അവസാനമായിട്ട് നാം പറയേണ്ടത് അല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാ. കുടുംബ ബന്ധത്തിൻ്റെ തുടക്കം നമുക്കറിയാം വിവാഹം ആണെന്ന് അല്ലേ. മൻ വസലക്കി, നമ്മൾ അതേ പദത്തിൽ തന്നെ വസൽതുഹു കണ്ടോ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയെടുക്കുക. വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറ, ഇന്നല്ലാഹ കാന ഗഫൂറ. അറഫ ദിനം എന്നുള്ള ദിവസം ഏതാ? അറഫ ദിനം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാ? ദുൽഹിജ്ജ 9 അല്ലേ. വെരി ഗുഡ്. ഡേഷ് മൻ കുന്ന ഫീഹി വജദ ഹലാവത്തിൽ ഈമാൻ. അപ്പോൾ ഈമാനിൻ്റെ മാധുര്യം ലഭിക്കുന്ന എത്ര കാര്യങ്ങളാ? 3 എണ്ണമാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വളരെ സിമ്പിൾ ആണല്ലോ. ലാ യദ്ഖുലുൽ ജന്നത ലാരിബുൻ കാദിബുൻ കാത്തിയുൻ. കണ്ടോ, ഇപ്പം തന്നെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഉറങ്ങാൻ പാടില്ലാത്ത സമയം, ഉറങ്ങാൻ പാടില്ലാത്ത സമയം നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി പഠിച്ച സമയങ്ങളാണ്. ഉറങ്ങരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഫജ്ർ വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയും ഇഷായിൻ്റെ സമയത്തും ഇഷായിന് മുമ്പായിട്ടും എന്ത് ചെയ്യരുത്? ഉറങ്ങരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതാ ഇവിടെ പഠിച്ചു. അസറിൻ്റെ ശേഷവും ഉറങ്ങരുത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഷാഹിന് ശേഷമല്ല കേട്ടോ, അസറിന് ശേഷം. ഓക്കെ. 2 പ്രതിഫലമുള്ള സ്വതക്ക ഏതാ? കുടുംബ ബന്ധക്കാർക്ക്, കുടുംബത്തിലുള്ളവർക്ക് നൽകുന്ന സ്വതക്കാണ് 2 പ്രതിഫലം. ഈബത്ത് പറഞ്ഞത് എന്താ? മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് അയാളെക്കുറിച്ച് പറയലാണ് ഈബത്ത്. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. ഇതാക്ക് തീരാൻ പോകട്ടോ. വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റത്തെ പാഠത്തിൽ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. അള്ളാഹുവിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുക എന്നുള്ളത് അല്ലേ. വമയ്യു അള്ളിം ഷആയിർ അല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഓൾറെഡി നമ്മൾ പഠിച്ചു എന്താണ്? അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഹൃദയത്തിൻ്റെ ഭയഭക്തിയിൽ പെട്ടതാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു. ആരെങ്കിലും അള്ളാഹുവിനെയും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. ലൻ തളില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലി. അത് നമുക്കൊന്ന് നോക്കാണ്ട് ഏതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്തതാണ്. സിറാത്തുൽ മുസ്തഖീം എന്നുള്ള പാഠത്തിൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിബ എന്നുള്ള പാഠത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലി. 2 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ബാക്കി വെച്ചാണ് ഞാൻ പോകുന്നത്. അവ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി പിഴക്കുകയില്ല എന്ന് ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബും മറ്റൊന്ന് നബിചര്യയും. അള്ളാഹുവിൻ്റെ കിതാബും നബിചര്യയും കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിക്കുക. വമാ കാനല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരായ അവസ്ഥയിൽ എന്ത് ചെയ്യുകയില്ല? അള്ളാഹു ഒരു ഇബാദത്തെയും നശിപ്പിക്കുകയില്ല. അടുത്തതോ കമ്മിൽ പൂരിപ്പിക്കുക. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉ ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽത ഫഹ്ഫുലാ ബിമാ തഹ്ഫുലു ബി ഇബാദക സ്വാലിഹീൻ എന്നുള്ള പാഠം. ആ പാഠത്തിൽ ഇതാ ഇവിടെ പറയുന്നുണ്ട്
ബിസ്മിക റബ്ബി വലത്ത് ജംബി ദാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതെ നിങ്ങൾക്ക് അറിയണ കാര്യമാണ്, കാരണം നമ്മൾ ഡെയിലി ചെല്ലേണ്ടതാണ്, അത് നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ. കേട്ടോ, അപ്പോൾ അത് ഫുള്ള് ഇവിടെ പൂരിപ്പിക്കാനുണ്ട്. ഓക്കെ, ഉത്തരം എഴുതുക. നിത്യവും ചെയ്യൽ വാജിബായ ദുആ ഏതാ? എല്ലാ ദിവസവും നമ്മൾ 17 തവണ ചൊല്ലുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം അല്ലേ. ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ പറയണം എന്ത്? നബിമാരുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മലക്കളുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം. അതേപോലെ തന്നെ സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലേ. ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും സ്വഭാവത്തിൽപ്പെട്ടതാണ്. സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ട്? സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത് ഏറ്റവും വളഞ്ഞ വാരിയലിൽ നിന്നാണ് സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത്. അത് നമ്മൾ ഉസ്റത്തുൽ റാദിയ എന്നുള്ള പാഠത്തിലുണ്ട് കേട്ടോ. നാവിൻ്റെ 4 ദോഷങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഏതാണ്? അയ്യബത്ത്, നമീമത്ത്, കദിബ്, ഷത്മ് അല്ലേ. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളാണ് 2025 ക്വസ്റ്റ്യൻ പേപ്പർ. 2026 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിലേറെ സുഖമാവട്ടെ എന്ന് നമുക്ക് പ്രത്യാക്ഷിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ലൈവ് താൽക്കാലികം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം പിന്നെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ആ കാര്യം നിങ്ങൾ ആരും മറക്കരുത്. ഒരുപാട് കുട്ടികൾ, ഒരുപാട് മക്കൾ ഇതാ നമ്മളുടെ പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പോൾ നല്ല കുട്ടികളായിട്ട്, നല്ല അടിപൊളിയായിട്ട്, നല്ല ഉഷാറായിട്ട് പഠിക്കുക. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആൻസറും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാനും പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് ജില്ലയിലുള്ളവരൊക്കെയാണ് കൂടുതൽ നമുക്ക് നോക്കിയേക്കാലോ. അതേപോലെ തന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ പ്രത്യേകം ഷെയർ ചെയ്ത് കൊടുക്കുക. താൽക്കാലികമായിട്ട് നമുക്കവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ലൈവിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.